This is the biggest scam after scam 1969. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ഫാൻസ് മെസ്സി വേഴ്സസ് റൊണാൾഡോക്ക് ശേഷം എംബാപ്പി വേഴ്സസ് ഹാളണ്ട് ഇങ്ങനെ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് മാച്ച് ഡേ 1 തൊട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഫിക്സ്ചറിന് അത്രയും ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഇവർ രണ്ടുപേരും ആദ്യത്തെ 2 മാച്ചിലും ബ്രേസ് അടിക്കുകയും ചെയ്യണു. 2 ടീമും ജയിച്ച് ഓൾറെഡി അടുത്ത സ്റ്റേജിന് ക്വാളിഫൈ ചെയ്യണു. ഇവർ രണ്ടുപേരുള്ള മാച്ചിൽ ജയിക്കുന്ന ടീം 1ാം സ്ഥാനത്ത് എത്തും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തണം. എന്നിട്ട് ഇവരെന്താ ലാസ്റ്റ് കാണിച്ചത്? 10 പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുത്ത് അവരുടെ ബെഞ്ചിലുള്ള എല്ലാ പ്ലേയേഴ്സിനെയും കൂടെ ഇറക്കി. ഹാളണ്ട് ഇല്ല, ഒഡഗാർഡ് ഇല്ല, നോർവേന്റെ ബെസ്റ്റ് പ്ലേയേഴ്സോ അല്ലെങ്കിൽ ഫസ്റ്റ് 11 ആരുമില്ല. അങ്ങനെയാണ് ഇവര് ഫ്രാൻസിനെതിരെ കളിക്കാൻ ഇറങ്ങിയത്. ഫ്രാൻസ് അവരുടെ ബെസ്റ്റ് 11 തന്നെ ഇറക്കുന്ന ഈ ഒരു സെനാരിയോയില് നോർവേ ആക്ച്വലി അവരുടെ ബെസ്റ്റ് 11 ഇറക്കിയാൽ പോലും ഫ്രാൻസിനെതിരെ അവരെ കൊണ്ട് ജയിക്കാൻ കഴിയൂല എന്ന് നമുക്കറിയാം. അപ്പോഴാണ് ഇവർ ബെഞ്ച് സ്ക്വാഡിനെ വെച്ചിട്ട് കളിക്കാൻ ഇറങ്ങുന്നത്. ആൻഡ് അതോടെ തന്നെ നമ്മളൊക്കെ മൂഡ് പോയി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഫ്രാൻസ് മാച്ചിന്റെ സ്റ്റാർട്ട് തൊട്ട് തന്നെ നോർവേയെ ഇല്ലാണ്ടാക്കുമായിരുന്നു. ആൻഡ് ദേ സ്കോർഡ് ലൈക്ക് 3 goals ഇൻ ദ ഫസ്റ്റ് ഹാഫ് ആൻഡ് 3 ഗോളും ഒരു കിഡിലൻ കിണ്ണങ്കാച്ചി ഹാർട്ട് ട്രിക്ക് ഫ്രോം ഡെംബെലെ ആൻഡ് 2 അസിസ്റ്റ് എംബാപ്പിയുടെ വകയായിരുന്നു കേട്ടോ. ആളും ഗോൾ അടിക്കാനൊക്കെ കുറെ നോക്കിയതാ, പക്ഷേ മാച്ച് കഴിയുന്നത് വരെ ആള് ഗോൾ അടിച്ചില്ല. ഫ്രാൻസ് 4-1 ജയിച്ചെന്നുണ്ടെങ്കിൽ പോലും സത്യം പറയട്ടെ, എനിക്ക് ഈ മാച്ചിനെ പറ്റിയിട്ട് നല്ലപോലെ കുറേ കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 ടീമിനും ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സ്പെഷ്യലി നോർവേക്കാർ കാണിച്ച ഈ ഒരു ചെയ്ത്ത് കാരണം ഞാൻ കൂടുതലൊന്നും മാച്ചിനെ കുറിച്ചിട്ട് പറയുന്നില്ല. എനിക്ക് ആകെയുള്ള ഒരു സംഭവം എന്താണെന്നറിയോ? നോർവേ ഇത്ര വലിയ ബിഗ് ബ്രെയിൻ മൂവ്, അതുപോലെ ഞങ്ങൾ തോൽക്കുന്നതാണ് ബെറ്റർ, അടുത്ത റൗണ്ടിൽ കുറച്ചും കൂടെ ഞങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പുള്ള ഒപ്പണന്റിനെ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തതെന്നുണ്ടെങ്കിൽ ഇനി എങ്ങാനും ഒരു ഐവറി കോസ്റ്റിനെതിരെ ജയിക്കാതെ നിൽക്കട്ടെ. എന്തായാലും ഒരു ഫ്രാൻസിനെതിരെ ജയിക്കൂല എന്നുള്ള ഒരു കൺസേൺ ഓർക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിവരം ഓർക്കുണ്ട്. അതുകൊണ്ട് മേ ബി അവരുടെ ബെസ്റ്റ് പ്ലേയേഴ്സിനൊക്കെ അവർ റെസ്റ്റ് കൊടുത്തതാവും. പക്ഷേ വേൾഡ് കപ്പിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഏത് വകയിലാണ് ഇവർ സ്വീഡനേക്കാളും ബെറ്റർ ടു ഫേസ് ഓഫ് ഐവറി കോസ്റ്റ് എന്നുള്ളത് തീരുമാനിച്ചത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സ്വീഡൻ മറ്റേ നെതർലൻഡ്സിന്റെ കയ്യിൽ നിന്ന് 5 എന്തോ വാങ്ങിയ ടീമാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇനി എന്തായാലും റൗണ്ട് ഓഫ് 32 നോർവേ എങ്ങാനും ജയിക്കാതിരിക്കട്ടെ, അപ്പൊ കിട്ടും അവർക്ക് കൊല്ല ഊക്ക്. മറ്റ് ഫിക്സ്ചേഴ്സിലെ സ്പെയിൻ യുവർഗേനെ ഒരൊറ്റ ഗോളിന് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം അവരുടെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്തെത്തിയത് കാബോ വെർദെ ആണ്. 3 മാച്ചിൽ 3 ഡ്രോ. അവർ സൗദി അറേബ്യക്കെതിരെയും ഒരു സമനില നേടിയിട്ടുണ്ട്. 0-0. എന്താലേ എടാ, ഒരു 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഈ ഒരു ഗ്രൂപ്പില് ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തോ? അത് യുവർഗേനെ പോലെ ഒരു ടീം നമ്മൾ അടുത്ത റൗണ്ടിൽ ഉണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്ത ഒരു ടീം ഇപ്പോൾ എലിമിനേറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട്. സെനഗൽ ഇറാഖിനെ 5 ഗോളിന് തോൽപ്പിച്ചപ്പോൾ ബെൽജിയം ഈ വേൾഡ് കപ്പിലെ ഗോളടി തുടങ്ങിയത് ടിം പെയിന്റെയും ന്യൂസിലാൻഡിന്റെയും നെഞ്ചത്ത് കയറിയിട്ടാണ്. 5-1 അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. ഈജിപ്ത് വേഴ്സസ് ഇറാൻ മാച്ചും സമനിലയിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറാനെ സംബന്ധിച്ച് അവരിനി വെയിറ്റ് ചെയ്യണം, ബാക്കി ഏതെങ്കിലും ടീം അവരെക്കാൾ ബെറ്റർ 3rd പ്ലേസ് ഫിനിഷേഴ്സ് ആയിട്ട് വരുമോ ഇല്ലേ എന്നൊക്കെ അറിയാൻ. ഗ്രൂപ്പ് സ്റ്റേജിലെ ഫൈനൽ മാച്ച് ഡേ ആണ് ടുമോറോ. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിക്സ്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ. അണ്ണന്റെയും കൂട്ടരെയും വേൾഡ് കപ്പ് ജേണി എത്ര വരെ പോകുന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ധാരണ ഈ ഒരു മാച്ചിലെ പെർഫോമൻസ് ആൻഡ് റിസൾട്ട് നമുക്ക് തരും. അതുപോലെ ജോർദാൻ വേഴ്സസ് അർജന്റീന. റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് മെസ്സി വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബെഞ്ച്. ഐ മീൻ അർജന്റീനയ്ക്ക് ഈ മാച്ചിലെ റിസൾട്ട് അവരെ ഏത് രീതിയിലും എഫക്ട് ചെയ്യണില്ല. സോ ബാക്കി കളിക്കാത്ത പ്ലേയേഴ്സിനൊക്കെയാണ് ചാൻസ് കൊടുക്കട്ടെ, അതൊക്കെ അത്രേ ഉള്ളൂ. നോർവേ വേഴ്സസ് ഫ്രാൻസ് മാച്ചിലെ ആ ഒരു ബിട്രയലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമന്റ് ചെയ്താൽ നമുക്ക് വാച്ച് ലോങ്ങിൽ കാണാം. പോർച്ചുഗൽ ബൈ ബൈ.